ഇറാനെ ആക്രമിക്കാൻ യുഎസിന്റെ പച്ചക്കൊടിക്കായി ഒരു നിമിഷം പോലും ഇനി കാത്തു നിൽക്കില്ല എന്ന് വ്യക്തമാക്കിയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നത്. ഈ ഒരു പ്രസ്താവനയോട് കൂടി തന്നെ ട്രംപ് ആകട്ടെ വീണ്ടും ലോക നേതാക്കളുടെ മുൻപിൽ അപഹാസ്യനാവുകയാണ്. മോദി അടക്കമുള്ള നേതാക്കൾ ട്രംപിനെ ചേർത്ത് നിർത്താതെ തന്നെ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഒപ്പമായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവും ഇത്തരമൊരു തീരുമാനമെടുത്തത്. കഴിഞ്ഞ ദിവസം മോദി വ്യക്തമാക്കിയിരുന്നു തന്റെ രാജ്യത്തിന്റെ കാര്യം തീരുമാനിക്കാൻ ഒരുത്തനും ഒരു ആവശ്യം അല്ലെങ്കിൽ മധ്യസ്ഥതയും വഹിക്കേണ്ട ആവശ്യമില്ല എന്ന്. അത് ട്രംപിനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു അത്തരമൊരു കാര്യം പറഞ്ഞത്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കുന്നത്. ഒരു രാജ്യത്തിന്റെയും പിന്തുണയില്ല എങ്കിലും ഇറാനെ ആക്രമിച്ചുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കിയത്. ഇതോടുകൂടി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ എവിടെയും ഒരു വലിയ പ്രാധാന്യം ആരും നൽകുന്നില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ എല്ലാ കേന്ദ്രങ്ങളും തകർക്കാൻ നിമിഷ നേരം മതി. അതിനൊരു രാജ്യത്തിന്റെയും പ്രത്യേകിച്ച് യുഎസിന്റെ സഹായമോ പച്ചക്കടിയോ ആവശ്യമില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നതിലൂടെ ഇസ്രായേലിന്റെ ആണവക്കരുത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. യുഎസ് തന്റെ രാജ്യത്തെ പിന്തുണ നൽകിയാലും ഇല്ലെങ്കിലും ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളും തകർക്കാൻ ഇസ്രായേലിന് സാധ്യമാകുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഫോർഡോയിലെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ഇറാനിയൻ കേന്ദ്രങ്ങൾ തകർക്കാൻ യുഎസിന്റെ പച്ചക്കൊടിക്കായി കാത്തിരിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നിറവേറ്റുമെന്നും ഖാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റിന് അനുവദിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലുമായി പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ തീരുമാനം മാത്രമാണ് എന്നും ഇറാന്റെ നാദൻസിലുള്ള സമ്പുഷ്ടീകരണം കേന്ദ്രം, ടെഹ്റാന് ചുറ്റുമുള്ള സെൻട്രിഫ്യൂജ് വർക്ക്ഷോപ്പുകൾ, ഇതെല്ലാം തന്നെ മറ്റ് ആണവ കേന്ദ്രങ്ങൾ, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ ഭൂരിഭാഗവും എന്നത് സൈനികർ വിലയിരുത്തപ്പെടുന്ന സ്ഥലങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഇതിനിടയിൽ ഇന്ന് പുലർച്ചെ ഇറാന്റെ ചില പ്രദേശങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നഗരത്തിന്റെ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന റഷത്ത് ഇൻഡസ്ട്രിയൽ സ്റ്റിക്കിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്യാൻ ഇസ്രായേൽ സൈന്യം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി ഡൊണാൾഡ് ട്രംപ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണം തുടങ്ങുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല എന്നും ട്രംപിന്റെ ഉത്തരവ് ലഭിച്ച ഉടൻ തന്നെ ആക്രമണം ആരംഭിക്കാൻ സജ്ജമാണ് എന്നും പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കുകയായിരുന്നു. തലസ്ഥാനമായ ടെഹ്റാൻ അടക്കം ഇറാനിയൻ നഗരങ്ങളിൽ നിന്ന് ജനങ്ങൾ പലായനം തുടങ്ങി. അതുപോലെ തന്നെ ഫോർഡിയോ ലക്ഷ്യമാക്കിയായിരിക്കും യുഎസ് ആക്രമണം എന്നതാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിയെ ജീവിച്ചിരിക്കാൻ അനുവദിക്കില്ല എന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ബീർഷുബായിലെ സൊറോക്ക ആശുപത്രിയിൽ ഇറാന്റെ മിസൈൽ പതിച്ചതായാണ് മറ്റൊരു പ്രകമ്പനമുണ്ടായത്. 30-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറാകാൻ യുഎസ് ആക്രമിക്കില്ല എന്നും യുഎസിന്റെ ഭീഷണിക്ക് കീഴടങ്ങില്ല എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനിയുടെ നിലപാട്. അതുപോലെ തന്നെ യുഎസ് ഇടപെടൽ പാടില്ല എന്ന് റഷ്യ ആവർത്തിച്ചു പറയുന്നുണ്ട്. 270-ലേറെ പേർക്കാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ പരിക്കേറ്റതായതും വ്യക്തമാകുന്നു. ഇറാനിയൻ അരക്ക്, നാതൻസ് ആണവ കേന്ദ്രങ്ങളിലടക്കം ഇസ്രായേൽ ബോംബിടുകയായിരുന്നു ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.